നിശബ്ദ പ്രചാരണത്തിലും അവസാനത്തെ വോട്ടുറപ്പിക്കാൻ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സജീവം. ഗൃഹസന്ദർശനത്തിനാണ് സ്ഥാനാർത്ഥികൾ ഈ ദിവസം പ്രാധാന്യം നൽകുന്നത്. അതേസമയം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും വിവാദങ്ങളും തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് UDFും BJPയും. സമഗ്ര വിവരങ്ങളുമായി ശരത് തോങ്ങല്ലൂരാണുള്ളത്. ശരത്, 29 ദിവസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതിൽ അനവധി വിഷയങ്ങൾ മാറി വന്നു, വിവാദങ്ങൾ പലതിനും മറുപടി പറയേണ്ടി വന്നു BJPയും UDFും. ഈ അവസാന ദിവസം, ഈ ഒരു രാത്രി, ഈ ഒരു പകൽ മാത്രമാണ് ബാക്കിയുള്ളത് വോട്ടെടുപ്പിനായി. ഇന്ന് സ്ഥാനാർത്ഥികളുടെ ഒരു പ്രചാരണം, നിശബ്ദ പ്രചാരണം ഏതൊക്കെ വിധത്തിലാണ്? ഇന്ന് എന്തൊക്കെയാണ് മണ്ഡലത്തിലെ പൊതുചിത്രം? അന്ന, ഒരു മാസത്തോളം നീണ്ടു നിന്ന കാടടച്ച പ്രചരണത്തിന് ശേഷം ഇന്നത്തെ ഒരു ദിവസം, ഒരു പകൽ എന്ന് പറയുന്നത് നിശബ്ദ പ്രചരണത്തിനായിട്ടാണ് സ്ഥാനാർത്ഥികൾ മാറ്റിവെച്ചിട്ടുള്ളത്. മൂന്ന് സ്ഥാനാർത്ഥികളും ഗൃഹസമ്പർക്കത്തിലും സ്ക്വാഡ് വർക്കിലുമാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. LDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ഡോക്ടർ P. സര്യൻ, അദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്ന കാടാങ്കോട്ട് സ്ക്വാഡ് പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാണ്. UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ യാക്കര പ്രദേശത്തെ സ്ക്വാഡ് പ്രവർത്തനങ്ങളിലും ഗൃഹസന്ദർശനത്തിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ കൽപ്പാത്തി ഉൾപ്പെടെയുള്ള അഗ്രഹാര വീടുകൾ സന്ദർശിച്ചും തങ്ങളുടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഗൃഹസന്ദർശനവും സ്ക്വാഡ് വർക്കുമാണ് പ്രധാനമായിട്ടും സ്ഥാനാർത്ഥികൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു മാസം കേരളം തന്നെ ചർച്ച ചെയ്ത പല രാഷ്ട്രീയ വിവാദങ്ങൾക്കും പാലക്കാട് സാക്ഷ്യം വഹിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും അതിൻ്റെ എല്ലാം ബലമാണ് നാളെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങളെല്ലാം ഇപ്പോഴും തുടർന്നും മണ്ഡലത്തിലും കേരളത്തിലും സജീവ ചർച്ചയാവുന്ന ഒരു വിഷയമാണ്. സ്വാഭാവികമായിട്ടും LDF വളരെ കൃത്യമായിട്ട് തങ്ങളുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ NDAയും UDFും ചില പ്രളയപ്രകടനങ്ങളും പ്രതിസന്ധികളും കടന്ന് ഉയരുകയാണ്. ഇതിനകത്ത് പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് UDFിനകത്തു നിന്നും NDAക്കകത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അവസാന ഘട്ടത്തിൽ UDF ക്യാമ്പിലെത്തിയ സന്ദീപ് വാര്യരുടെ വരവ് പോലും UDFിനകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇത് എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ തലവേദനയിലാണ് UDF ക്യാമ്പ് നിലനിൽക്കുന്നത്. BJPയിലും സമാനമായ സാഹചര്യമാണുള്ളത്. C. കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടം മുതൽ എതിർപ്പുന്നയിക്കുന്ന ഒരു വിഭാഗം പാർട്ടിയിൽ വളരെ സജീവമാണ്. അവരെ അനുനയിപ്പിക്കാൻ വേണ്ടി RSSന്റെ നേതൃത്വത്തിൽ പല പ്രവർത്തനങ്ങളും നടത്തിയിരുന്നെങ്കിലും അത് വേണ്ടത്ര വിജയം കണ്ടില്ല എന്നാണ് അവരുടെ അവസാന അവലോകനങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. ഇത്തരത്തിൽ NDAയും UDFും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നത്തെ ഒരു പകൽ മാത്രമാണ് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും പാർട്ടികൾക്കും വോട്ടർമാരെ കാണാനും വോട്ടർമാരോട് തങ്ങളുടെ വോട്ട് അഭ്യർത്ഥിക്കാനും അവസാനഘട്ട സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്കുമുള്ളത്. വളരെ സജീവമായിട്ടാണ് മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ ഇത്തരം പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അന്ന, അതെ, NDA ക്യാമ്പിൽ ഈ കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർ കൊഴിഞ്ഞുപോയത്, ഒപ്പം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 10 പേരാണ്, 10-11 പേര് ഇന്നലത്തേത് കൂടി കണക്കാക്കുമ്പോൾ, ഭാസ്കരൻ്റെ കൂടി കൂടുമാറ്റം കണക്കാക്കുമ്പോൾ 11 പേരിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊക്കെ ഏതൊക്കെ വിധത്തിൽ പ്രതിഫലിക്കും എന്ന കണക്കുകൂട്ടലുകളാണ് മുന്നണികൾക്കുള്ളത്. പ്രത്യേകിച്ചും സന്ദീപ് വാര്യർ, ഇത്രയും കാലം തീവ്ര ഹിന്ദുത്വവാദം പറഞ്ഞിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ അതിനെ മറികടക്കുന്നതിന് ഇത്രയും കാലം പറഞ്ഞ വർഗീയതയെ മറികടക്കാൻ കോൺഗ്രസിന് ഈ ഒരൊറ്റ ചേർത്തുപിടിക്കൽ കൊണ്ട് മാത്രമാകുമോ? അന്ന, അതുതന്നെയാണ് കോൺഗ്രസ് നേതൃത്വം അഭിമുഖീകരിക്കുന്ന വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം സന്ദീപ് വാര്യരെ തീവ്ര ഹിന്ദുത്വ നിലപാടുമായി മുന്നോട്ട് പോയിരുന്ന ഒരു സംഘപരിവാർ പ്രവർത്തകനായിരുന്നു. എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് അവരെ കൂടെ ഇരുത്തി ഞങ്ങളുടെ കൂടെ കൂട്ടുന്നു എന്ന് പറഞ്ഞു പോയിരുന്നതോട് കൂടിയിട്ട് അത് പ്രവർത്തകരിൽ എത്രത്തോളം അത് ആശയവിനിമയം ചെയ്യപ്പെടും, ഇത്തരത്തിൽ അവർക്ക് എത്രത്തോളം സ്വീകാര്യമായിരിക്കും ഈ നടപടി എന്നുള്ളത് ഒരു വലിയ സംശയമായിട്ട് നിലനിൽക്കുകയാണ്. പാർട്ടിക്കകത്ത് പലരും പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധിയെയും ഗാന്ധിജിയെ തന്നെയും സോണിയാഗാന്ധിയെയും ഒക്കെ പരിഹസിച്ചിട്ടുള്ള അപമാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യരുടെ വരവോട് കൂടിയിട്ട് അതിനെങ്കിൽ അദ്ദേഹം ഒരിക്കൽ പോലും ഇത് മാറ്റിപ്പറയാനോ തള്ളിപ്പറയാനോ തയ്യാറായിട്ടില്ല. ഇത്തരത്തിൽ മാറ്റിപ്പറയാനോ തള്ളിപ്പറയാനോ തയ്യാറാവാത്ത ഒരാളെ കൂടെ ഇരുത്തി വാർത്താ സമ്മേളനം നടത്തുന്നത് ഒരു പാർട്ടിക്ക് ചേർന്നതല്ല, കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടിക്ക് ചേർന്നതല്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് വിശ്വസിക്കുന്ന, കോൺഗ്രസിനകത്തെ മതേതര വോട്ടർമാരിലെ വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുണ്ട്. BJPയുടെ ഹിന്ദുത്വ നിലപാടുകളുമായി ചേർന്ന് നിന്നൊരു വ്യക്തിയെ ഐക്യരാമായണം തങ്ങളുടെ കൂടെ ഇരുത്തുന്നതോട് കൂടിയിട്ട് കോൺഗ്രസ് തങ്ങളോട് കോൺഗ്രസ് തങ്ങളെ ചതിച്ചു എന്നൊരു തോന്നലാണ് കോൺഗ്രസിനകത്തെ മതേതര വോട്ടർമാർക്കുള്ളത്. ഇതേ പ്രതിസന്ധി മറുവശത്തുമുണ്ട്. കാരണം SDPI കൃത്യമായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് UDFിന് വോട്ട് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അത്തരത്തിലുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്നതും കോൺഗ്രസിനകത്തെ മതേതര വോട്ടർമാരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രതിഫലനം നാളത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. BJPക്കകത്തുള്ള പ്രതിസന്ധി, BJP ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, ഒരു
വിഭാഗത്തിൽ തങ്ങളുടെ എതിരാളികളുടെ അടുത്തേക്ക് എത്തുന്നത് കൃത്യമായിട്ട് 40 വക്താക്കളിൽ ഒരാൾ മാത്രമാണ് സന്ദീപ് വാര്യർ എന്ന് സി കൃഷ്ണകുമാർ പറയുന്നുണ്ടെങ്കിലും സന്ദീപ് വാര്യർക്ക് പാലക്കാട് മണ്ഡലത്തിലെ വലിയ സ്വാധീനം ചെലുത്താൻ സാധിച്ചേക്കാം എന്നൊരു ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. കൃത്യമായിട്ട് സി കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ചെറിയ പ്രതിഷേധങ്ങൾ ആദ്യഘട്ടത്തിൽ ഉയർത്തിയിരുന്നു. എന്നാൽ പിന്നീട് അത് വലിയ രീതിയിൽ മുന്നോട്ട് പോയില്ല. സന്ദീപ് വാര്യരുടെ പോക്കോട് കൂടിയിട്ട് ഇത് ഏതാണ്ട് ഇത്തരത്തിൽ അണഞ്ഞുപോയി എന്ന് കരുതിയേക്കാവുന്ന പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രതിഷേധ വോട്ടുകളെല്ലാം വീണ്ടും സജീവമായേക്കും എന്നൊരു ആശങ്ക BJP നേതൃത്വത്തിൽ പലർക്കുമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലൊരു നിഷേധ വോട്ടിൻ്റെ രീതി പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ കണ്ടിട്ടുണ്ട്. കാരണം ലോക്സഭാ മണ്ഡലത്തിലെ പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വോട്ട് നോക്കുമ്പോൾ കൃഷ്ണകുമാറിന് 2021 E ശ്രീധരൻ ലഭിച്ച വോട്ടിനേക്കാൾ 10,000 വോട്ടോളം കുറവ് വന്നിരുന്നു. അത് കൃഷ്ണകുമാറിനോടുള്ള വിയോജിപ്പാണ് ആ മണ്ഡലത്തെ വോട്ടർമാർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് 2024 നടക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ 2009 മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2011 UDF ഷാഫി പറമ്പിലൂടെ ആ മണ്ഡലം പിടിക്കുന്നത്. പിന്നെ 2016 2021 മൂന്നാമതായിരുന്നു LDF അവിടെ ഉണ്ടായിരുന്നത്. 2011 അത് രണ്ടാമതും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ LDF സ്ഥാനാർത്ഥി P സരിനിലൂടെ അത് തിരിച്ചു പിടിക്കാം എന്ന ഒരു ആത്മവിശ്വാസം തീർച്ചയായും LDF-നുണ്ടാകും. DCC-യിൽ അടക്കമുണ്ടായിരുന്ന P സരിനെ സ്ഥാനാർത്ഥിയാക്കാത്തതിലടക്കമുള്ള വിമർശനങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ള എതിർപ്പുണ്ട്. ഇതൊക്കെ UDF-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു വെല്ലുവിളിയായി തന്നെ നിലനിൽക്കുകയാണ് എന്ന വിലയിരുത്തലുകളാണോ ഉള്ളത്? തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു പ്രശ്ന പരിഹാരത്തിന് UDF നേതൃത്വത്തിനോ DCC നേതൃത്വത്തിനോ കഴിഞ്ഞിട്ടില്ല. അതിന് വലിയ തെളിവുകളാണ് വന്നുകൊണ്ടിരുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ DCC കൃത്യമായി പറഞ്ഞിരുന്നു DCCക്ക് പുറത്തു നിന്നൊരു സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന രീതിയിൽ. അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ട് മുമ്പ് AICC നേതൃത്വത്തിന് DCC നേതൃത്വം ഐക്യകണ്ഠേന അയച്ച കത്ത് കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. കൃത്യമായി പറഞ്ഞിരുന്നത് തങ്ങൾക്ക് ആഗ്രഹം K മുരളീധരനെ സ്ഥാനാർത്ഥിയെ ലഭിക്കണം എന്നതായിരുന്നു. അതിനെ തുടർന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ DCC-യിലുള്ള കൃത്യമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് വിയോജിപ്പുള്ള വലിയൊരു വിഭാഗമുണ്ട്. അവർ പലരും പ്രവർത്തനങ്ങളിൽ സജീവമാണ് എന്ന് വരുത്തി തീർക്കുന്നുണ്ടെങ്കിലും അവർക്കെല്ലാം ഈ പ്രതിഷേധമുണ്ട്, അവർക്കെല്ലാം താല്പര്യക്കുറവുണ്ട്. അത് കൃത്യമായിട്ട് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമോ എന്നൊരു ആശങ്ക UDF നേതൃത്വം നമ്മളെല്ലാവരുമായിട്ടും പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് DCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് DCC പ്രസിഡന്റ് A തങ്കപ്പനുണ്ട്. A തങ്കപ്പനെ കൃത്യമായിട്ട് സൈഡ് ലൈൻ ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്നൊരു വിമർശനം പാർട്ടിക്കകത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള റോള് തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നില്ല. ഷാഫി പറമ്പിലാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യങ്ങളെല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു നേതാക്കൾക്ക് വേണ്ടത്ര പ്രസക്തി ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ടത്ര സ്പേസ് കിട്ടുന്നില്ല എന്നൊരു പരാതി പാർട്ടിക്കകത്ത് ഉയർന്നിട്ടുണ്ട്, അതായത് കോൺഗ്രസിനകത്ത് ഉയർന്നിട്ടുണ്ട്. ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചേക്കും എന്നൊരു ആശങ്ക UDF ക്യാമ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ തങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ് എന്ന് പ്രഖ്യാപിക്കാനോ കാണിക്കാനോ ആയിരുന്നു പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ UDF ക്യാമ്പ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത്. എന്നാൽ പാർട്ടിക്കകത്ത് ഈ പ്രശ്നങ്ങളെല്ലാം ശരി. ശരത് ഓങ്ങല്ലൂരാണ് പാലക്കാട് നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.